അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ അച്ചുവിനെ കാണാൻ വേണ്ടി ചിന്നും അർച്ചനയും കൂടി ജയിലിലേക്ക് പോവുകയാണ് കേട്ടോ. വളരെ വിഷമത്തോട് കൂടിയിട്ടാണ് ചിന്നും അർച്ചനയും അവിടെ എത്തുക. അവരെ കണ്ടതും വിശേഷങ്ങളൊക്കെ ചോദിക്കണം. എന്ത് വിശേഷമോ പറയുക അർച്ചന അച്ചുവിനോട് എന്താ പറയണ്ടെന്ന് അറിയാതെ നിൽക്കുകയാണ് കേട്ടോ. അതേസമയം നമ്മുടെ ചിന്നു ആണെങ്കിൽ കരയുകയാണ്. അച്ചു ചോദിക്കും, രുക്കു വന്നില്ലാലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അർച്ചന പറയും, മോനെ അവൾക്ക് തീരെ സുഖമില്ല, അതുകൊണ്ടാണ് അവൾ വരാത്തത് എന്നിങ്ങനെ പറയും കേട്ടോ. അത് കേൾക്കുമ്പോൾ അച്ചു പറയും, അവൾക്ക് സുഖമില്ലാത്തതേ എന്നോടാണ്, അതുകൊണ്ടാണ് അവൾ വരാതിരുന്നത്. ഇല്ല ചേച്ചി എന്തിനാണ് മറച്ചു വയ്ക്കുന്നത്, അതല്ലേ സത്യം എന്നിങ്ങനെ ചോദിക്കും. എൻ്റെ സത്യം, എൻ്റെ നിരപരാധിത്വം ഞാൻ ആരോട് വേണമെങ്കിലും പറയാം, ചേച്ചി മനസ്സിലാക്കിയല്ലോ, അത് മതി എനിക്ക് എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അതേസമയം തന്നെ നമ്മുടെ ചന്ദ്ര JKയുടെ ഫോട്ടോ എങ്ങനെയെങ്കിലും മഞ്ജുവിനോട് പറയുകയാണ്, അത് ചിന്നുവിനെ കാണിച്ചു കൊടുക്കണം. കാരണം എന്താണ് പറഞ്ഞാൽ ചിന്നു മനസ്സിലാക്കണം, അയാളൊരു വഷളനാണ് എന്നുള്ളത് മനസ്സിലാക്കണം. അതിന് വേണ്ടിയിട്ട് നീ കാര്യങ്ങളെല്ലാം ചെയ്യണം എന്ന് ചന്ദ്ര മഞ്ജുവിനോട് പറയുകയാണ് കേട്ടോ. അതിന് പ്രകാരം തന്നെ മഞ്ജു ചിന്നുമോളോട് ഇങ്ങനെ പറയുകയാണ്, JKയെക്കുറിച്ച് മോശമായ കാര്യങ്ങൾ ചിന്നുമോളോട് മഞ്ജു പറയണം കേട്ടോ. അതിനുശേഷം മഞ്ജു പറയും, ഞാനൊരു സാധനം കാണിച്ചു തരാം, നീ അത് കാണിച്ചു തന്നാലെങ്കിലും വിശ്വസിക്കണം എന്നിങ്ങനെ പറയാണ്. പിന്നീട് JKയും വേറെ സ്ത്രീയായിട്ടുള്ള ഒരു മോശപ്പെട്ടൊരു ചിത്രം ചിന്നുവിനെ കാണിച്ചു കൊടുക്കണം മഞ്ജു കേട്ടോ. മഞ്ജുവിനെ എങ്ങനെയും ചന്ദ്ര പറഞ്ഞതനുസരിക്കാനേ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ചന്ദ്രയുടെ ഈ എല്ലാ കാര്യങ്ങളും മഞ്ജു അക്ഷരം പ്രതി അനുസരിക്കുന്നത് കേട്ടോ. ചിന്നു പക്ഷേ അതൊന്നും വിശ്വസിക്കില്ല. ചിന്നു അർച്ചനയോട് കാര്യങ്ങളെല്ലാം പറയും, JK അങ്കിൾ മോശപ്പെട്ട ആളാണ് പറഞ്ഞിട്ടാണ് എന്നോട് മഞ്ജു ചേച്ചി കാണിച്ചു തന്നത് എന്നിങ്ങനെ പറയും കേട്ടോ. പക്ഷെ ആരൊക്കെ പറഞ്ഞാലും ശരി, നമ്മുടെ JKയും അർച്ചനയും ഒന്നിക്കും. അതുപോലെ തന്നെ അച്ചു നിരപരാധിയാണ് എന്ന് അർച്ചന എന്തായാലും തെളിവ് സഹിതം അച്ചുവിനെ ഒരു പോറലും ഏൽക്കാതെ തന്നെ കൊണ്ടുവരും. പക്ഷേ ഇതിൻ്റെ പിന്നിൽ ആരാന്നുള്ളത് നമ്മുടെ അച്ചു പുറത്തിറങ്ങിയതിന് ശേഷം കണ്ടുപിടിക്കും എന്നുള്ളത് തീർച്ചയായ കാര്യമാണ് കേട്ടോ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമോ?